നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് CPM-ന്റെ പൊട്ടിത്തെറികൾ ശക്തമാകുന്നു. നേതൃനിരയിലെ നേതാക്കൾ തന്നെ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് അച്ചടക്കം മുഖമുദ്രയാക്കിയ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭയിൽ പിണറായിയെ മുന്നിലിരുത്തി KN ബാലഗോപാൽ അധിക്ഷേപിക്കും വിധം സംസാരിച്ചത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടതിന് പിന്നാലെയാണ് നേതൃനിരയിൽ നിന്നും നേതാക്കൾ പരസ്പരം വാഗ്ബൈറ്റ് നടത്തുന്നതും ശക്തമാകുന്നത്. CPM-ലെ മുതിർന്ന നേതാവ് MV ജയരാജനെ തള്ളി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് രംഗത്ത് വന്നത്. തെറ്റുതിരുത്തിയാൽ TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ എന്നിവരെ തിരിച്ചെടുക്കാമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ നിലപാടാണ് ഗോവിന്ദൻ പൂർണ്ണമായി തള്ളിയത്. ജയരാജൻ സംസാരിച്ചത് പാർട്ടിയുടെ ഭാഗമായല്ല. തെറ്റുതിരുത്തിയാൽ ആരെയും തിരിച്ചെടുക്കുമെന്നത് ശരിയാണ്, എന്നാൽ വർഗവഞ്ചനയാണ് ഇവിടെ നടന്ന തെറ്റ്. G സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ച് പുറത്തുപോയവരും വിമതരായി മത്സരിച്ച് ജയിച്ചവരുമാണ്. ഇത്തരക്കാരെ വർഗവഞ്ചകരായി തന്നെ കാണും. അവരെ വിമർശിക്കുന്നത് തുടരും, MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനുശേഷവും ജയരാജൻ രംഗത്തെത്തിയെന്നത് ശ്രദ്ധേയവുമാണ്. വിമത MLA-മാർക്ക് തെറ്റുതിരുത്താനുള്ള അവസരമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ജയരാജൻ അവരെ വീണ്ടും അനുകൂലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. UDF സർക്കാരിന്റെ BJP അനുകൂല നിലപാടുകളെ ചോദ്യം ചെയ്യാൻ വിമതർ തയ്യാറാകുമോ എന്നാണ് ജയരാജൻ ചോദിച്ചത്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ലെന്നും അറബിക്കടലിൽ വലിച്ചെറിയുമെന്നും പറഞ്ഞവർ ഇപ്പോൾ അത് നടപ്പാക്കുകയാണ്. ഇതിൽ 3 വിമത MLA-മാരുടെയും അഭിപ്രായം എന്താണ്? പാവപ്പെട്ടവരുടെ വീടുകളിൽ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും വിധം പ്രധാനമന്ത്രിയുടെ ലോഗോ വയ്ക്കുന്നതിനെതിരെ തദ്ദേശ മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഈ 3 MLA-മാരുടെ നിലപാട് എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി BJP-കാരനെയാണ് വെച്ചതെന്ന് KPCC ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞിരിക്കുകയാണ്. ഈ നടപടിയോട് ഇവർ യോജിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി BJP-ക്ക് പാദസേവ ചെയ്ത് SIR നടപ്പാക്കിയ ഉദ്യോഗസ്ഥരെയും പ്രസ് സെക്രട്ടറിയായി BJP അനുകൂല ചാനലിന്റെ പ്രവർത്തകനെയുമാണ് വെച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം വിമതർ അനുകൂലിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളിലെല്ലാം വിമത MLA-മാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ജയരാജൻ ആവശ്യപ്പെട്ടത്. അതേസമയം ഗോവിന്ദൻ പറഞ്ഞ വർഗവഞ്ചന ജയരാജൻ അവഗണിക്കുകയും ചെയ്തു. ഇതും ശ്രദ്ധേയമാണ്. ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പ് നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് പാർട്ടി കോട്ടയായ കണ്ണൂരിൽ ഉരുൾപൊട്ടൽ വന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ ഇപ്പോൾ CPM-ന് ഒരു സ്ഥിരം തലവേദനയുമാണ്. തളിപ്പറമ്പിലെ പരാജയത്തോടെ ഗോവിന്ദൻ പാർട്ടിയിൽ തകർന്നടിയുകയും ചെയ്തു. വർഗവഞ്ചനയായാണ് TK ഗോവിന്ദന്റെ നടപടിയെ ഗോവിന്ദൻ ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജയരാജന്റെ പ്രസ്താവനയെ തള്ളി ഗോവിന്ദൻ രംഗത്ത് വന്നതും. എന്തായാലും CPM-ലെ പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ ഇതിന്റെ പ്രതിഫലനങ്ങളാവുകയാണ്.